ഇറാന്റെ യുദ്ധക്കപ്പൽ ആക്രമിച്ചതിന് പ്രതികാരമായി അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയിരിക്കുന്നു. കണ്ണീര് കുടിക്കേണ്ടി വരും എന്നുള്ളതാണ്. ചതിയിലൂടെ ഞങ്ങളുടെ ഭടന്മാരെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഞങ്ങൾ കാണുകയില്ല. തീർച്ചയായിട്ടും അതിൻ്റെ കഠിനമായിരിക്കുന്ന തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വല്ലാതെ ദിവസങ്ങളൊന്നും വൈകാതെ എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരിക്കുന്നു. ഇതോടെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇപ്പോൾ ഇവിടെ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലും മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിനൊക്കെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അമേരിക്ക എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പലുകൾ യാത്ര ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് വേറെ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനോട് ചേർന്നുള്ള കപ്പലിനൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അറേബ്യൻ ദേശത്ത് കപ്പലുണ്ടെങ്കിൽ വളരെ കൃത്യതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മുന്നറിയിപ്പ് ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഒരു വലിയ കടൽ യുദ്ധം ഇറാൻ ആ വാതിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിലെ കടലിനോട് ചേർന്നിട്ടാണ് ഇറാൻ്റെ യുദ്ധക്കപ്പൽ ഐറിസ് ദേന ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തകർത്തത്. അത് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം കപ്പലുകൾ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് അവരവരാണ് എന്നുള്ള ന്യായീകരണം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സൈനിക ഭടന്മാർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നടത്താൻ വേണ്ടിയിട്ട് വന്നവരാണ്. അവരുടെ കയ്യിൽ യുദ്ധ സംവിധാനങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ല. ഉള്ള ആയുധ കാര്യങ്ങളെല്ലാം പൂട്ടിയിട്ടിട്ട് വെച്ചതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധക്കാരല്ല എന്നതിനാൽ അവർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. 180 സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്. 87 പേർ മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചു. 32 പേരെ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെ കാണാതായിട്ടുണ്ട്. തിരച്ചിൽ നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1971 യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു ടോർപിഡോ ഉപയോഗം നടത്തിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇന്ത്യയിലെ വിശാഖപട്ടണം നഗരത്തിൽ നടന്ന അതിനോട് ചേർന്ന് നടന്ന അന്താരാഷ്ട്ര നാവിക പരിപാടിയിലെ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇറാൻ്റെ കപ്പൽ. ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026, മിലൻ 2026, നേവൽ എക്സസൈസ് എന്നീ 2 വലിയ നാവിക അഭ്യാസമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടതാണ്. ഇന്ത്യയാണ് ക്ഷണിക്കപ്പെട്ടത്. പരിപാടി സംഘടിപ്പിച്ച ഇന്ത്യയാണ്. കടൽ സുരക്ഷ, യുദ്ധ പരിശീലനം, രക്ഷാപ്രവർത്തനത്തിനും പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാര്യമായിട്ടുള്ള പ്രാക്ടിക്കൽ. 71 കപ്പൽ അല്ലെങ്കിൽ 71 രാജ്യങ്ങൾ ഈ പറയപ്പെട്ട മിഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫെബ്രുവരി 16, 2026 ഇറാൻ്റെ കപ്പൽ ഇവിടേക്ക് എത്തിയത്. ഇറാനിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അമേരിക്കയുടെ നാവിക പടക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാവിക കപ്പലിന് വേണ്ടി ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ അവർ വന്നിട്ടില്ല. പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടിയിട്ട് എണ്ണപ്പെട്ട സൈനികർ ഉണ്ടായിരുന്നു, അതായത് നാവികർ ഉണ്ടായിരുന്നു അമേരിക്കയുടേത് എന്ന് പറയുന്നു. ഇവിടെ വെച്ചായിരിക്കാം ഒരു പക്ഷേ ഇതിനെ കുറിച്ച് കഴിഞ്ഞിട്ടൊക്കെ അവർ ഐഡിയ കാര്യങ്ങൾ എടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഇനി നമുക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, എങ്ങനെയാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കാം. ടോർപിഡോ ഉപയോഗിച്ച് കപ്പൽ തകർക്കുക അല്ലെങ്കിൽ കടൽ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ രീതിയിൽ ഇത് പ്രയോഗിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന സംഭവമാണ്. വെള്ളത്തിനടിയിൽ സഞ്ചരിച്ച് ലക്ഷ്യം തകർക്കുന്ന സ്വയം നിയന്ത്രിത ആയുധമാണ് ഈ പറയപ്പെട്ട ടോർപിഡോ. സാധാരണ യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. 2 തരത്തിൽ ഇതിൻ്റെ വിക്ഷേപമുണ്ട്. ഒന്ന്, യുദ്ധക്കപ്പലിൽ നിന്ന് വിക്ഷേപിക്കുക. 2, കടലിൻ്റെ അടിഭാഗത്ത് വരുന്ന റൂട്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് നിക്ഷേപിക്കുന്ന തരത്തിൽ, അതായത് ഏകദേശം ഒരു 100 മീറ്റർ താഴ്ചയിൽ അല്ലെങ്കിൽ 200 മീറ്റർ താഴ്ചയിൽ ഒരു കപ്പലിൻ്റെ അടിഭാഗത്തെ താഴ്ച കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു 10 20 അടി താഴ്ചയിൽ അതിങ്ങനെ താന്നും പൊന്തി കിടക്കുന്ന രീതിയിൽ അങ്ങനെ അവിടെ നിലയുറപ്പിച്ച് നിൽക്കും. ഈ 2 രീതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചത് അറേബ്യൻ കടലിലുള്ള അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ കപ്പലിൽ നിന്നാണ് എന്ന് സംശയിക്കപ്പെടുന്നു. ഉപയോഗം എന്ന് പറഞ്ഞാൽ സബ്മറൈൻ, അത് വെള്ളത്തിനടിയിൽ ഈ പറയപ്പെട്ട പോലെ കള്ളനെ പോലെ ഒളിച്ചിരിക്കുന്ന സംവിധാനമാണ്. റഡാർ അല്ലെങ്കിൽ സോണാർ ഉപയോഗിച്ച് ശത്രു കപ്പലിൻ്റെ സ്ഥാനം കണ്ടെത്തും. ടോർപിഡോ ട്യൂബിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇവ പുറത്ത് ചാടുകയും ചെയ്യും. അതായത് റിമോട്ട് കൺട്രോൾ അല്ല ഇതിൻ്റെ പ്രയോഗം. പകരം എന്താ ഉപയോഗിക്കുന്നത്? റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ്.
വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ഇത് പൊട്ടിത്തെറിക്കും, കപ്പൽ പിളറും, അല്ലെങ്കിൽ ഒരു ഭാഗം ചരിയും. പിളർപ്പുണ്ടാവും എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികം. 200 മുതൽ 300 കിലോ സ്ഫോടക വസ്തുക്കൾ ഇതിലുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഏത് ശക്തിയുള്ള കപ്പലിനെയും തകർക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കിലോഗ്രാം കൂട്ടാൻ വേണ്ടി പറ്റും. അത് അതിൻ്റേതായിരിക്കുന്ന സംവിധാനം വെച്ചിട്ട്. റിമോട്ട് കൺട്രോളിലല്ല എന്ന് നമ്മൾ പറഞ്ഞു. കപ്പലിൽ തട്ടുന്ന സമയത്ത് മാഗ്നറ്റ് ഫീൽഡ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. 939 45 കാലഘട്ടത്തിൽ, അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ജപ്പാൻ അമേരിക്കൻ കപ്പലിന് നേരെ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ജർമ്മനി ബ്രിട്ടീഷ് കപ്പലിന് നേരെ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. അമേരിക്ക ജപ്പാൻ കപ്പലിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ യുദ്ധമുഖത്ത് സജീവമായിട്ട് നിൽക്കുകയും യുദ്ധ കപ്പലിനും നേരെയാണ് ഇത് പ്രയോഗിക്കപ്പെട്ടത് എന്ന് ചുരുക്കം. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞത് യുദ്ധ കപ്പലല്ല, മറൈൻ കപ്പൽ എന്ന് പറയുന്ന സമയത്ത് ഈ പ്രാക്ടിക്കൽ ലഭിക്കാൻ വേണ്ടിയിട്ട് യുദ്ധമോ അല്ലെങ്കിൽ അതുപോലെ ദുരന്തമോ കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കടൽ സുരക്ഷാ വിഭാഗമാണ്, അതൊരു ടീം വർക്കാണ്, അവരാണ്. അത് യുദ്ധ പരിശീലനത്തോടൊപ്പം രക്ഷാപ്രവർത്തനം എങ്ങനെ പരിശീലിപ്പിക്കണം എന്നുള്ളതാണ് കാര്യമായിട്ട് അവിടെ പറയപ്പെട്ടത്. ഇതിന് നേരെയാണ് എന്ത് ചെയ്തത്, അമേരിക്ക ഈ പറയപ്പെട്ട സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അടിഭാഗത്ത് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ രീതിയിൽ 2 തരത്തിലാവാം. അവർ വരുന്ന റൂട്ട് സ്വാഭാവികമായ രീതിയിൽ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഈ ഇറാൻ്റെ കപ്പലിൻ്റെ റൂട്ട് ഏതാണെന്ന് അറിയാം, തിരിച്ചു പോരുന്ന റൂട്ടും കൃത്യമായ രീതിയിൽ അറിയാം, അതല്ലെങ്കിൽ അതൊക്കെ അറിയാൻ സംവിധാനമുണ്ട്. അന്താരാഷ്ട്ര പാതയോട് ചേർന്നിട്ടാണ് എന്ന് പറയുന്നു. ഇന്ത്യയുടെ പാത ഏകദേശം കഴിഞ്ഞു, ശ്രീലങ്കയുടെ പാതയിലേക്ക് പ്രവേശിക്കുന്നതിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര പാതയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അന്താരാഷ്ട്ര പാതയിൽ വെച്ച് ഒരു ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ളത് അന്താരാഷ്ട്ര നിയമമാണ്. UN സഭയുടെ ചാപ്റ്ററിൽ അത് കൃത്യമായ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു യുദ്ധം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അന്താരാഷ്ട്ര പാതയിൽ പാടില്ല. നിങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മറ്റ് രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾ ശത്രുക്കളാണെങ്കിൽ ആക്രമിക്കണം എന്നൊരിക്കൽ UN പറയില്ല. അതല്ലാത്ത രീതിയിൽ അന്താരാഷ്ട്ര പാത സ്വതന്ത്രമായിരിക്കുന്ന പാതയാണ് പാടില്ല എന്നുള്ളത് അത് തെറ്റിച്ചു. ഈ ചതി ചെയ്യുക എന്നുള്ളത് സ്വാഭാവികപരമായ രീതി എല്ലാ യുദ്ധത്തിലും അമേരിക്ക ചെയ്യാറുള്ളതാണ്. അത് ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും അവർ ചതിക്കപ്പെടുമെന്നുള്ള സ്വാഭാവികമാണ്. ഇപ്പോൾ സദ്ദാം ഹുസൈൻ വിധി പറഞ്ഞ മജിസ്ട്രേറ്റ് പിന്നീട് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം സംവിധാനം ഒരുക്കും എന്നുള്ളത് അമേരിക്കയുമായിട്ടുള്ള കരാറാണ്. ആ കരാർ വ്യവസ്ഥ അവരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നീട് അവർ അത് പാലിക്കുന്നില്ല. ഒരുപാട് ഈ ക്യാബിനറ്റ് മന്ത്രിമാരും സൈനിക കമാൻഡർമാരും, അതായത് സദ്ദാം ഹുസൈൻ്റെ ആ കാലഘട്ടത്തിൽ ഇറാഖിന് ഒറ്റുകൊടുത്ത പല ആൾക്കാരെയും പിന്നീട് കാണാതായിട്ടുണ്ട്. എങ്ങനെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് ചുരുക്കം. കാര്യം എന്ന് പറയാൻ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവരെ ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണ അവർ ചെയ്യാറുള്ളതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യുദ്ധത്തിൽ വല്ലാത്ത രീതിയിൽ ഇസ്രായേലിന് വിജയം ഉണ്ടാകുന്നില്ല, അമേരിക്കയ്ക്ക് വിജയം ഉണ്ടാവില്ല. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയകൾ, സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയകൾ വളരെ സജീവമായ രീതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ തന്നെ റിപ്പോർട്ടാക്കിയിട്ട് ലോകത്താകമാനം പ്രചരിപ്പിക്കുന്നു, അല്ലെ എത്തുന്നുണ്ട്. മുൻപാണെങ്കിൽ അവരുടെ കൺട്രോളുള്ള BBC, റോയിട്ടേഴ്സ് പോലെയുള്ള ABC പോലെയുള്ള ചാനലുകളെല്ലാം അവരിൽ നിന്ന് മാത്രമാണ് ലോകം അതറിയാറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മേഖല അൽ ജസീറ പോലെയുള്ള ചാനലുകളൊക്കെ സജീവമായതോട് കൂടിയിട്ട് സത്യം ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലോകത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. 2023 ഒക്ടോബർ 7 അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസിൻ്റെ പ്രതികരണം ലോകാടിസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ അക്രമം എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായതല്ല, അതിൻ്റെ മുമ്പേയുള്ള തുടർച്ചയാണ്. അപ്പോൾ തന്നെ ഒരു അക്രമത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല, അതായത് ശൂന്യതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട അക്രമമല്ല എന്ന് ഹമാസിൻ്റെ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് UN സെക്രട്ടറി ജനറൽ ആ പ്രഖ്യാപനം നടത്തിയത്. അത് വലിയ രീതിയിൽ ഇസ്രായേലൊക്കെ പൊള്ളിയൊരു വിഷയമാണ്. UN സഭയിൽ തന്നെ ഈ UN സെക്രട്ടറി ജനറൽ മാറി നിൽക്കണം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വളരെ സങ്കീർണമായിരിക്കുന്നു. ചെങ്കടലടക്കം ഈ മെഡിറ്ററേനിയൻ കടലടക്കമുള്ളിടത്ത് നിശ്ചലമായിരിക്കുന്ന കപ്പൽ എന്നുള്ളതാണ്. അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾക്ക് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പല അമേരിക്കൻ കപ്പലുകളും കൊടികൾ അയച്ചു മാറ്റുകയാണ്, അവരുടെ പേരുകൾ മായ്ക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇറാനിപ്പോൾ പ്രധാനമായിരിക്കുന്ന ഒരു ലക്ഷ്യമാക്കാനുള്ളത് അറേബ്യൻ കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വൈമാനിക യുദ്ധക്കപ്പലിനെയാണ്. ആ യുദ്ധക്കപ്പൽ ഒരു ഭയപ്പാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പറഞ്ഞത് കൃത്യമാണെങ്കിൽ ഇപ്പോൾ 600 ഈ നോട്ടിക്കൽ മൈൽ അകലത്തിലാണ്
ഉള്ളത് ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമയം അതിൽ നിന്ന് 150 നോട്ടിക്കൽ മൈൽ ഭാഗത്ത് നിന്ന് വീണ്ടും പിന്മാറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം 500 നോട്ടിക്കൽ മൈൽ എത്തിയിരുന്നു. പക്ഷേ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വളരെ എളുപ്പത്തിൽ ഇറാന് ഈ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 100 നോട്ടിക്കൽ മൈൽ പിറകോട്ടാക്കി. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതോടുകൂടി വീണ്ടും 150 പിറകോട്ടാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭയപ്പാടിലാണ്. ഏത് സമയമാണ് തങ്ങൾക്ക് നേരെ ആക്രമണം വരിക എന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അമേരിക്കൻ മെറീനുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.